തിരുവനന്തപുരം മെട്രോ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റ് മുഖ്യമന്ത്രിയുടെ അംഗീകാരം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് തലസ്ഥാന നഗരിയിൽ പോയാൽ ഒരു കാഴ്ച കണ്ടുവരും. തിരുവനന്തപുരത്തൂടെ മെട്രോ ഓടുന്നു. SKN രാജവീതി, SKN സൂചിപ്പിച്ച പാത രാജവീതി എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. മാത്രമല്ല ഈ തിരുവനന്തപുരത്തെ ഇപ്പോൾ, അതായത് ഈ ഈഞ്ചക്കലിന് പടിഞ്ഞാറേ ഭാഗത്തേക്ക് പുതിയ തിരുവനന്തപുരമെന്നും അതേസമയം കേശവദാസപുരം ഭാഗത്തേക്ക് സെക്രട്ടറിന് മുൻപിലുള്ള പ്രധാന റോഡിനെ പഴയ തിരുവനന്തപുരം എന്നറിയപ്പെടുന്ന ഒരു സവിശേഷതയൊക്കെ ഉണ്ട്. അപ്പോഴും പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നതാണ്. തിരുവനന്തപുരത്ത് ഒരു മെട്രോ സംഭവിക്കുമോ? വലിയ ചർച്ചകൾ വർഷങ്ങളായി നടക്കുന്നു. മാത്രമല്ല ഈ ടെക്നോ പാർക്കിന്റെ അടുത്ത ഘട്ട വികസനമൊക്കെ നടക്കുന്നു. ആ ഒരു ഏരിയ, അതായത് ഈഞ്ചക്കൽ, ചാക്ക, ആക്കുളം, കഴക്കൂട്ടം, ആറ്റിങ്ങൽ വരെയുള്ള ഒരു ഏരിയ അത് വേറൊരു തരത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു IT സിറ്റി ആയിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് മെട്രോ സംഭവിക്കുമോ എന്നുള്ള ചോദ്യം ഉയർന്നാണ്. പക്ഷേ ഇപ്പോൾ അതിന് മറുപടിയായിരിക്കുന്നു. അതിന്റെ ആദ്യഘട്ട നടപടിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഈ തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകാരം നൽകിയിട്ടുണ്ട്. ടെക്നോ പാർക്കിന്റെ 3 ഫേസുകൾ, വിമാനത്താവളം, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, സെക്രട്ടേറിയറ്റ്, മെഡിക്കൽ കോളേജ് എന്നിവ ബന്ധിപ്പിക്കുന്ന ആദ്യഘട്ട അലൈൻമെന്റ് ആണ് അംഗീകരിച്ചത്. KMRL കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുക. പാപ്പരങ്കോട് നിന്ന് ആരംഭിച്ച് കിള്ളിപ്പാലം, പാളയം, ശ്രീകാര്യം, കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കൊച്ചുവേളി, വിമാനത്താവളം വഴി ഈഞ്ചക്കലിൽ അവസാനിക്കും ഇതിന്റെ റൂട്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ 27 സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും. കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കാര്യവട്ടം എന്നിവയായിരിക്കും ഇന്റർചേഞ്ച് സ്റ്റേഷനുകൾ എന്നിങ്ങനെയുള്ള ധാരണ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതിന്റെ ഉത്തരവ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നുണ്ട്. തിരുവനന്തപുരം മെട്രോയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ശ്രീകാര്യം, ഉള്ളൂർ, പട്ടം എന്നീ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതല കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഏൽപ്പിച്ചിരുന്നു. ഇതിൽ ശ്രീകാര്യം മേൽപ്പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും അതിവേഗം വളരുന്ന തിരുവനന്തപുരം നഗരത്തിന്റെ വികസന സാധ്യതകൾ അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തും മെട്രോ വരുന്നത്.